മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. ഒരു മരണവാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2021 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ N സുബ്രഹ്മണ്യനെ 8472 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാനത്തിൽ ജമീല നിയമസഭയിലേക്ക് എത്തിയത്. മുൻപ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജമീല ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയാണ് അന്തരിച്ചിരിക്കുന്നത്. അർബുദ രോഗബാധയെ തുടർന്നാണ് മരണം എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കാനത്തിൽ ജമീല MLA അല്പസമയം മുൻപാണ് അന്തരിച്ചത്. ഇവരെ നേരത്തെ തന്നെ ആരോഗ്യാവസ്ഥ വളരെയധികം മോശമായതിനെ തുടർന്ന് കോഴിക്കോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 6 മാസമായി അർബുദബാധയെ തുടർന്ന് ഇവർ ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അധികം വൈകാതെ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് തുടങ്ങി ഈ ത്രിതല പഞ്ചായത്തിൻ്റെ തന്നെ എല്ലാ ഘട്ടങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടാണ് ജമീല ഈ ഒരു രംഗത്തേക്ക് എത്തിയത്. മാത്രമല്ല ഈ കാനത്തിൽ ജമീല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വ്യത്യസ്തതയോടുകൂടി തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി തന്നെ ഏറെ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൊയിലാണ്ടിയിൽ നിന്നും 2021 കൊയിലാണ്ടിയിൽ നിന്നും ജയിച്ച് MLA ആവുകയായിരുന്നു. അതിനു മുൻപ് ഇത്തരത്തിൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലെല്ലാം തന്നെ കാനത്തിൽ ജമീല പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. തൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, പൊതുപ്രവർത്തനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ് എന്നാണ് അദ്ദേഹം. വിവരങ്ങളുമായി നമുക്കൊപ്പം അഭിന ചേരുന്നുണ്ട്.